സലാം 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 യാ റസൂലേ സലാം സലാം യാ മുസ്തഫ സലാം സലാം മുസ്തഫ سلام وإلى حضرات آبائه وإخوانه من الأنبياء والمرسلين وإلى حضرات أزواجه الطاهرات وأمهات المؤمنين وذرياته وأهل بيته إلى يوم الدين وإلى حضرات أصحابه البدريين والمهديين وسائر الصحابة أجمعين إن شاء الله സുഖകരമായി തന്നെ നമുക്ക് വൈകുന്നേരം തോഫീക്ക് ഉണ്ടെങ്കിൽ സംസാരിക്കാം. അതുകൊണ്ട് ഞാനിപ്പോൾ നീട്ടി സംസാരിക്കുന്നില്ല. ഈ മദ്രസ ഉണ്ടാക്കി അൽഹംദുലില്ലാഹ് നമ്മുടെ മദ്രസ പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്ത് മുഴുവനും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 ദിവസം ഇന്ത്യ രാജ്യത്ത് മിക്ക സ്റ്റേറ്റുകളിലും സുന്നി പ്രവർത്തകർ SSFന്റെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഒരു പര്യടനം നടത്തി. അതിന്റെ താൽക്കാലിക സമാപനമായിരുന്നു കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട്. ഇനി ഇൻഷാ അല്ലാഹ് ഈ മാസം 23, 24 തീയതിക്ക് ന്യൂഡൽഹിയിൽ രാംലീല മൈതാനിയിൽ വെച്ച് അതിഗംഭീര സമ്മേളനം നടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് 2 ലക്ഷത്തിലധികം ജനങ്ങൾ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്താണ് ഇതിന് കാരണം? മുസ്ലിങ്ങളും ഒരു പക്ഷേ രാഷ്ട്രീയമായോ അല്ലെങ്കിൽ കുടുംബപരമായോ കബീലപരമായോ മറ്റേതെങ്കിലും വിധത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. ഈ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മറക്കാവുന്നതൊക്കെ മറന്നു നമ്മുടെ ശബ്ദം ഒറ്റ ശബ്ദമായി ഇന്ത്യ രാജ്യത്ത് കേൾക്കണം എന്ന അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് നമ്മുടെ ആദർശത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ബഹുസുന്നത്തുൽ ജമാഅത്തിന്റെ ആശയ ആദർശത്തിൽ നന്നായി ഉറച്ചു നിന്നുകൊണ്ട് ഇവിടെയുള്ള എല്ലാ
മറ്റ് ഭൗതികമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചു നിങ്ങളുടെ ശബ്ദവും നിങ്ങളുടെ കൊടിയും അതെല്ലാം ഇവിടെ എല്ലാ ജനങ്ങൾക്കും കാണുകയും അറിയുകയും വേണം. എന്താണതിന് കാരണം? എല്ലാം ചെയ്ത് അവസാനം മുസ്ലിം സമുദായത്തെ പുറങ്കാലുകൊണ്ട് തട്ടിക്കളയുന്ന ഒരു സ്വഭാവം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അങ്ങനെ പുറങ്കാലുകൊണ്ട് തട്ടാൻ പറ്റില്ല. മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾ ഉള്ളത് മാത്രം, അധികം വേണ്ട. 5% കുറഞ്ഞാലും തരക്കേടില്ല. അത് മുസ്ലിംകൾക്ക് കിട്ടണം. അങ്ങനെ മുസ്ലിം സമുദായത്തിന്റെ അന്തസ് ഇസ്സത്ത് ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കണം, എല്ലാ സ്ഥലത്തും നിലനിൽക്കണം. അതോടൊപ്പം നമ്മുടെ ചെറുപ്പക്കാരെന്ന് ഞാൻ പറയുന്നത് വയസ്സന്മാരെ ഒഴിവാക്കിയിട്ടല്ല, ചെറുപ്പക്കാരായ കുട്ടികൾ അവരുടെ വയസ്സിന്റെ ആ തള്ളൽ കൊണ്ട് പലപ്പോഴും കള്ളിന്റെയും കഞ്ചാവിന്റെയും സിനിമയുടെയും മറ്റ് തോന്നിവാസങ്ങളുടെയും അടിമകളായി മാറിപ്പോകുന്ന സംഭവം ലോകത്ത് നാം കേൾക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മക്കൾ പോകാൻ പാടില്ല. നമ്മുടെ മക്കളെല്ലാം അള്ളാഹുവിന് ഭയപ്പെടുന്ന, അള്ളാഹുവിനെ പേടിക്കുന്ന, ധാർമ്മിക ബോധമുള്ള ആളുകളായി മാറണം എന്നുകൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സമ്മേളനങ്ങളെല്ലാം നടത്തുന്നതും പരിപാടികൾ നടത്തുന്നതും മദ്രസ നടത്തുന്നതും. നമ്മുടെ മദ്രസയിലാവട്ടെ ഒരു വർഗീയതയുടെ ഒരു ലാഞ്ചന പോലുമില്ല. ഒരൊറ്റ മദ്രസയിൽ ആയിരക്കണക്കിന് മദ്രസകൾ ഇന്ത്യ രാജ്യത്ത് നാം നടത്തുന്നുണ്ട്. ആ മദ്രസകളിൽ നമുക്ക് അറബി, മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഉറുദു, ഹിന്ദി, കന്നഡ, ബംഗാൾ ഈ ഭാഷകളിലൊക്കെ നാം ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന് ഇപ്പോൾ 9 ഭാഷയിൽ പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളെല്ലാം ഒരേ ഒരു ചരടിൽ കോത്തതുപോലെ എല്ലാവരെയും ഇണക്കിക്കൊണ്ടുപോകാനും ഐക്യത്തിനും വേണ്ടിയല്ലാതെ ഭീകരതയ്ക്ക് വേണ്ടിയോ തീവ്രതയ്ക്ക് വേണ്ടിയോ പ്രേരിപ്പിക്കുന്ന ഒരു പാഠം പോലും അതിൽ കാണാൻ സാധ്യമല്ല. അത്രയും സുശക്തവും ഭദ്രതയുമുള്ളതാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. പണ്ട് ഇന്ത്യ രാജ്യം വാജ്പേയി ഭരിച്ചിരുന്ന കാലത്ത് ഒരു മന്ത്രി പറഞ്ഞു മദ്രസകളൊക്കെ അടച്ചുപൂട്ടണം. ആ സമയത്ത് ഞങ്ങൾ ഡൽഹിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ പ്രധാനമന്ത്രിയോട് സമയം ചോദിച്ചു. അങ്ങ് തന്നെ അദ്ദേഹത്തെ കണ്ടു. നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിന്റെ ഓരോ പാഠത്തിലും ഭീകരതയ്ക്ക് എതിരായി, തീവ്രവാദത്തിനെതിരായി പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ അടിവരയിട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുകയുണ്ടായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മദ്രസ ഇവിടെ നിലനിൽക്കുകയാണ് വേണ്ടത്, ഒരിക്കലും എടുത്തു കളയേണ്ടതില്ല. അപ്പൊ ആ നിലക്ക് ഇന്ത്യ രാജ്യത്തിന്റെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചുകൊണ്ട് തന്നെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി അങ്ങേയറ്റം യോജിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പാഠ്യപദ്ധതിയാണ് നമ്മുടെ പദ്ധതി. ആ പാഠ്യപദ്ധതിയിലൂടെ ഇൻഷാ അല്ലാഹ്
ലോകത്ത് എമ്പാടും നല്ല ജനങ്ങളെ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. ഈ ബാക്കിയാത്ത സാലിഹാത്ത് മദ്രസയും നേരത്തെ പേരുള്ള മദ്രസയാണ്. ഇവിടുത്തെ രണ്ട് തർക്കിയത്തും ബാക്കിയാത്ത സാലിഹാത്തും രണ്ടും വളരെ പേരും പ്രശസ്തിയുമുള്ള മദ്രസകളാണ്. ആ ബാക്കിയാത്തിന് ഇപ്പോൾ ഒരു ബ്രാഞ്ച് ഉണ്ടായി, ഒരു കെട്ടിടമുണ്ടായി. നമ്മുടെ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി പറയാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വൈകുന്നേരം പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതിനെ സഹായിച്ച എല്ലാവർക്കും അല്ലാഹു തആല സഹായിക്കുമാറാകട്ടെ. പിന്നെ ഒരു നവകെട്ടിടമാണ്, ബ്രാൻഡല്ല. സാലിഹാത്ത് മദ്രസയുടെ പുതിയ കെട്ടിടം ഫെബ്രുവരി 9-ാം തീയതി ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ അനുഗ്രഹീത കരങ്ങളാൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ആകയാൽ നാട്ടുകാരുടെ ആവശ്യപ്രകാരവും കമ്മിറ്റിയുടെ തീരുമാനപ്രകാരവും പുതിയ കെട്ടിടത്തിലൊരു കമ്പ്യൂട്ടർ ട്രെയിനിങ് സെന്റർ തുടങ്ങുവാൻ ഉദ്ദേശിക്കുന്നു. 3 മാസം എല്ലാ സഹായവും സഹായവും ചെയ്തു പാട്ടെ. അതിൽ സർട്ടിഫിക്കറ്റുള്ള കോഴ്സ് അല്ലാതെ ആർക്കും എവിടെയും പോയി പഠിച്ചുകൂടെ. സർട്ടിഫിക്കറ്റുള്ള കോഴ്സ് തന്നെയാണ് നമ്മൾ പറയുന്നത്. 3 മാസം 6 മാസം 1 വർഷം മേൽ പറഞ്ഞ ഈ കോഴ്സിന്റെ പരീക്ഷയും മറ്റു കാര്യങ്ങളും നടത്തുന്നതിനും അംഗീകൃത സർട്ടിഫിക്കറ്റ് നൽകുന്നതുമായി ഞങ്ങളുടെ കമ്പ്യൂട്ടർ ട്രെയിനിങ് സെന്റർ മർക്കസ് നടത്തി വരുന്ന കമ്പ്യൂട്ടർ കോഴ്സുമായി അഫിലിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആയതിനാൽ ഇതിനാവശ്യമായ ഉപദേശങ്ങളും വേണ്ട കാര്യങ്ങളും നൽകി ഞങ്ങളെ സഹായിക്കണമെന്ന് താഴ്മയിൽ അഭ്യർത്ഥിക്കുന്നു. എല്ലാവിധ സഹായവും സഹകരണവും ഉപദേശവും നിർദ്ദേശവും ഉണ്ടാവും. ഇതിന് പുറമെ ഇവിടെ ഇപ്പോ ദഹത്തിന്റെ ഒരു ക്ലാസ് കൊടുത്തു തുടങ്ങിയാൽ നല്ലതാണ്. 7 വയസ്സുള്ള കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്ന സഹറത്തുൽ ഖുർആൻ പദ്ധതി ഞങ്ങളിപ്പോ ആരംഭിച്ച് വളരെ വിജയമായിരിക്കാം. അതൊന്ന് പരിശോധിച്ച് വെക്കാം. ഇൻഷാ അല്ലാഹ്. صلي وسلم